ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണയും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ മുഖാന്തരമാണ് പാപമോചനം സ്വീകരിക്കുക. പാപമോചനം സ്വീകരിക്കണമെങ്കിൽ പാപം എന്താണെന്നറിഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് പാപമോചനം ലഭിക്കുന്നത്. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന കൽപ്പനകൾ, നിയമങ്ങൾ ലംഘിക്കുന്നതാണ് പാപം. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യൻ നൽകുന്ന കൽപ്പനകൾ എന്താണ്? പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ദൈവം മനുഷ്യന് 10 കൽപ്പന നൽകി. അതിൽ അവസാനത്തെ കൽപ്പനയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരുടെ യാതൊന്നിനെയും മോഹിക്കരുത്. മോഹം പാപമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങളുടെ മൂല കാരണം മോഹമാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുന്നുണ്ട്. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു: മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപം ഗർഭം മുഴുത്തിട്ട് മരണത്തെയും പ്രസവിക്കുന്നു. പലപ്പോഴും മോഹം ഒരു മനുഷ്യനെ നിത്യമരണത്തിൽ, അതായത് 2ാമത്തെ മരണമായ തീപ്പൊയ്കയിൽ, നിത്യ നരകാഗ്നിയിൽ ചെന്നെത്തിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ നിത്യനാശത്തിൻ്റെ മൂല കാരണം പരിശോധിച്ചാൽ മോഹമാണ്. മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. പാപത്തിൻ്റെ അനന്തരഫലമാണ് നിത്യമായ നരകം, അല്ലെങ്കിൽ 2ാമത്തെ മരണമായ നിത്യനരകാഗ്നി. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ വേര് എന്ന് പറയുന്നത് മോഹമായിട്ടാണ് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും മോഹത്തിന് എന്തുമാത്രം ശക്തി ഉണ്ട്, ഒരു മനുഷ്യനെ എന്തുമാത്രം അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 22 വരെ വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു: ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പാപം പുറപ്പെടുന്നത്. അപ്പോൾ അതിനെല്ലാം മൂലകാരണം എന്ന് പറയുന്നത് മോഹമാണ്. മനുഷ്യനെ മോഹം നിത്യനാശത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള മോഹം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിക്കുക, ഏറ്റുപറയുക, പാപക്ഷമ സ്വീകരിക്കുക. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, കർത്താവ് കൽപ്പിക്കുകയാണ്: കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയും കഴുതയും കൂട്ടുകാരുടെ യാതൊന്നിനെയും മോഹിക്കരുത്. കൂട്ടുകാരനുള്ള എല്ലാറ്റിനെയും മോഹിക്കുക, അതായത് മറ്റൊരുവൻ്റെ അപരനുള്ളതെല്ലാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക, മോഹിക്കുക, അത് പാപമാണ്. പ്രത്യേകിച്ച് മറ്റൊരുവൻ്റെ സമ്പത്ത് സ്വന്തമാക്കുന്നത്, മോഹിക്കുന്നത്, മോഹത്തിലൂടെ മനസ്സിൽ സ്വന്തമാക്കുന്നത്, അത് പാപമാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ മീഖാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്: കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കയ്യൂക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു: ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മോഹത്തിലൂടെ സ്വന്തമാക്കുന്ന സകലവും അനർത്ഥത്തിന് കാരണമായി തീരുന്നു. പരിശോധിക്കുക, എപ്പോഴെങ്കിലും ഞാൻ ചെയ്ത പ്രവൃത്തി എൻ്റെ തന്നെ നാശത്തിന് കാരണമായിട്ടുണ്ടോ? എൻ്റെ മോഹം എൻ്റെ നാശത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. പലപ്പോഴും അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും
ആ മോഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് തന്നെ അത് നാശത്തേക്കുള്ള മുഖാന്തരമാണ്, നാശത്തിന് കാരണമാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവർ സമ്പന്നതയിൽ ജീവിക്കുന്ന കാണുമ്പോൾ, അഭിവൃദ്ധിയിൽ ജീവിക്കുന്ന കാണുമ്പോൾ, ഉയർച്ച പ്രാപിക്കുന്ന കാണുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ മോഹമായി മാറുന്നുണ്ടോ? നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ ഉയർച്ച മറ്റുള്ളവർക്കുണ്ടെങ്കിൽ ആ ഉയർച്ചയിലേക്ക് എനിക്ക് എത്തണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് മോഹം എന്ന് പറയുന്നത്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത്, സമൃദ്ധി, അഭിവൃദ്ധി, ഉയർച്ചയാണ്. ഇതിൽ ഞാൻ സംതൃപ്തിയുള്ളവനാണെങ്കിൽ എനിക്ക് മോഹമില്ല. എന്നാൽ എൻ്റെ വീടിനേക്കാൾ വലിയൊരു വീട് എൻ്റെ അടുത്തുള്ള വീട് പണിയുമ്പോൾ അതുപോലെ എനിക്കൊരു വീട് വേണം, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുക, ശ്രമിക്കുക. എൻ്റെ കാറിനേക്കാൾ വിലയുള്ള അല്ലെങ്കിൽ നല്ലൊരു കാറ് എൻ്റെ അയൽപക്കക്കാരനുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സഹോദരനുണ്ട്, ഒരു കൂട്ടുകാരനുണ്ട് എന്ന് ഞാൻ കാണുമ്പോൾ എന്നെ അതിനേക്കാൾ നല്ലത് മേടിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ മോഹിക്കുക, ആഗ്രഹിക്കുക, സ്വന്തമാക്കാൻ ശ്രമിക്കുക. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് അതിൽ തൃപ്തി അനുഭവിക്കാൻ കഴിയാത്തവർ മോഹത്തിനടിമയാണ്. ഇന്ന് നമ്മുടെ മോഹമാണ് പലപ്പോഴും നമ്മളെ തകർച്ചയിലേക്ക് നയിക്കുന്നത്, പ്രത്യേകിച്ച് ധനമോഹം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ് ധനമോഹം. ധനമോഹം തന്നെ ഒരു വിഗ്രഹാരാധനയാണ്. ധനമോഹം സകല പ്രശ്നത്തിനും മൂലകാരണമായി മാറുന്നു എന്ന് കർത്താവിന്റെ വ്യക്തമായി വെളിപ്പെടുത്തി. അതുകൊണ്ട് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 1 തീമോത്തിയോസ് 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിബന്ധിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന് ധനവാനാകണമെന്ന് എപ്പോൾ അവൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുന്നോ അവന് തന്നെ മാത്രമല്ല മറ്റുള്ളവർ കൂടി നാശത്തിന് കാരണമായി തീരുകയും. അതുകൊണ്ട് ദൈവം നൽകിയ സമ്പത്തിൽ സംതൃപ്തി അനുഭവിച്ചാൽ അത് നന്മയാണ്, അത് അനുഗ്രഹമാണ്, എനിക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. പക്ഷേ ഞാൻ വ്യാമോഹങ്ങളിൽ നിബന്ധിക്കാൻ കാരണം ധനവാനാകണമെന്നുള്ള മോഹമാണ്. ധനവാനാണെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ പ്രലോഭനത്തിലും കെണിയിലും അവൻ വീണ് കഴിഞ്ഞു. വീണ്ടും മനുഷ്യനെ, മറ്റനേകം വ്യക്തികളെ അധപ്പതത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടാൻ കാരണമായി തീരും. അത് മുഖാന്തരം നിരവധി വ്യാമോഹങ്ങൾ എന്നിൽ പതിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ നാശത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ധനമോഹമാണ്. ധനവാനാകാൻ ആഗ്രഹിക്കുക, മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ട്, മറ്റുള്ളവരുടെ അഭിവൃദ്ധി കണ്ട് അതുപോലെ എനിക്കും ആകണമെന്ന് ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നു അതെൻ്റെ നാശത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ദൈവം നൽകിയ സമ്പത്തിൽ, സമൃദ്ധിയിൽ അല്ലെങ്കിൽ ഇല്ലായ്മയിൽ സംതൃപ്തി അനുഭവിക്കുന്നൊരു വ്യക്തി നിലനിൽക്കും. ആ വ്യക്തിക്ക് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറും. വീണ്ടും കർത്താവ് വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. യാക്കോബിൻ ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് വചനം പറയുന്നു, ധനവാന്മാരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴു അരിച്ചുപോയി, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു, ആ കറ നിങ്ങൾക്കെതിരായി സാക്ഷ്യമായിരിക്കും. സമ്പത്തുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നീ ഉണ്ടാക്കുന്ന സമ്പത്ത്, നീ മോഹം ഗർഭം ധരിച്ച് പാപത്തിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത് നിനക്ക് തന്നെ അത് കറയായിരിക്കും, അത് സാക്ഷ്യമായിരിക്കും. പലപ്പോഴും ഈ സത്യം തിരിച്ചറിയാതെ ഏത് ഹീനമാർഗത്തിലൂടെയാണെങ്കിൽ പോലും ഉള്ളിലുള്ള മോഹം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏത് ഹീനമാർഗങ്ങൾ ഉപയോഗിച്ച് തന്നെ അത് സമ്പത്തുണ്ടാക്കുമ്പോൾ അത് മനുഷ്യൻ്റെ നാശത്തിന് കാരണമായി തീരുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ മോഹമുണ്ടാകാനുള്ള കാരണം കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. മോഹം മറ്റുള്ളവർക്കുണ്ടാകുന്ന രീതിയിൽ മോഹം ജനിപ്പിക്കുന്ന ചില പ്രവൃത്തികളാണ്. മോഹം ജനിപ്പിക്കുന്ന പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് മോഹം നൽകുന്ന, മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ കാരണമായ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ നിയമലംഘനമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാപഹേതുവാകുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധി അനുദപിച്ച് മാപ്പ് ചോദിച്ച് അതിൽ നിന്ന് പിന്മാറണം. കാരണം മറ്റുള്ളവർക്ക് ഞാനൊരു പാപ കാരണമായി തീരരുത്. പ്രത്യേകിച്ച്
മറ്റുള്ളവർക്ക് മോഹമുണ്ടാകാൻ ഒരു കാരണം വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് മോഹം നൽകുന്ന കാരണമായി തീരും. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വീണു പോകുന്നൊരു മേഖലയാണ്. ഇവിടെ കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും നീ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കാൻ ഒരു കാരണം മോഹം നൽകുന്ന പ്രവൃത്തികൾ ചെയ്യാൻ ഒരു കാരണമായി തീരുന്നു. ഇന്ന് പലപ്പോഴും മനുഷ്യൻ മറ്റുള്ളവർക്ക് മോഹം നൽകുന്നവരാണ്. അതിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നവനെ, മറ്റുള്ളവർക്ക് മോഹം നൽകുന്നവനെ അവനെ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തണമെന്ന കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് മോഹം ജനിപ്പിക്കുന്ന ശരീര വസ്ത്രധാരണം പോലും അത് പാപമാണ്. ഇന്ന് പലപ്പോഴും യുവജനങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ പോലും വസ്ത്രധാരണം മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ കാരണമായി തീരുന്ന മോഹം നൽകുന്ന പ്രവൃത്തിയായി തീരുകയാണ്. അതുകൊണ്ട് ദൈവം അത് വെറുക്കുന്നൊരു കാര്യമാണ്. യേശുബാനസിന്റെ പുസ്തകം 9-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, കന്യകയുടെ മേൽ കണ്ണുവെക്കരുത്, സ്ത്രീ സൗന്ദര്യം അനേകം പേരെ വഴിതെറ്റിച്ചിട്ടുണ്ട്, വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നതാണെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. മാന്യമായി വസ്ത്രം ധരിക്കാതിരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ മോഹങ്ങളിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്നു എന്നത് നമുക്ക് കാണാവുന്നൊരു സത്യമാണ്. പലപ്പോഴും അശ്ലീലമായ നൃത്തങ്ങൾ പ്രദർശിപ്പിക്കുക, അത് സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ അശ്ലീലമായ സിനിമകൾ, CD-കൾ പ്രദർശിപ്പിക്കുക, അല്ലെങ്കിൽ അത് പങ്കുവയ്ക്കുക, അത് കാണാൻ കൊടുക്കുക, ഇതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ മോഹം ജനിപ്പിക്കുന്ന, മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നഗ്നത പ്രദർശിപ്പിക്കുക പാപമാണ്. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. 1 കൊരിന്ത്യസ് 6:13 കർത്താവിന്റെ വചനം പറയുന്നു, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. ശരീരം മറ്റുള്ള മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല, ഒരു പ്രദർശന വസ്തുവല്ല. ദൈവത്തിൻ്റെ ആലയമാണ് ശരീരം. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് വസിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിനു വേണ്ടിയുള്ളതാണ്. എൻ്റെ കർത്താവിന് വേണ്ടിയാണ് എൻ്റെ ശരീരം. ഇത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ പിശാചിന് ഉപയോഗിക്കാൻ, മറ്റുള്ളവർക്ക് പ്രലോഭനം നൽകാനുള്ളതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് മോഹം നൽകുന്ന ശരീര വസ്ത്രധാരണം ഒരിക്കലും ഉണ്ടാകുകയില്ല. പലപ്പോഴും ഇന്ന് അറിഞ്ഞോ അറിയാതെയോ വസ്ത്രധാരണം പോലും മറ്റുള്ളവർക്ക് മോഹം നൽകുന്നതാണ് എങ്കിൽ അത് അനുദപിക്കുക, ദൈവസന്നിധിയിൽ കണ്ടതിലൂടെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. 1 തീമോഥെയോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമാം വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പരിശുദ്ധനായ പൗലോസിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, സ്ത്രീകൾ എങ്ങനെയായിരിക്കണം? വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമാം വണ്ണം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. ഇന്ന് പലപ്പോഴും ഈ ഉപദേശം സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ പാപം ചെയ്യുകയാണ്, നിയമം ലംഘിക്കുകയാണ്, അത് പാപമായി തീരുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ യേശുബാനസിന്റെ പുസ്തകം 36-ാം അധ്യായം 22-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു. ഒരു സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ ആകർഷിക്കും. അതുകൊണ്ട് സൗന്ദര്യം മനുഷ്യന് മോഹമായി തീരാതിരിക്കാൻ വസ്ത്രധാരണം, മാന്യമായ വസ്ത്രധാരണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രലോഭനത്തിന്, മോഹത്തിന് കാരണമായി തീരും. പലപ്പോഴും കഴിഞ്ഞകാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് മോഹം നൽകുന്ന പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മൊബൈലിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും എല്ലാം ഇന്ന് കടന്നു പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തിന്മയുടെ സ്വാധീനമാണ് അശ്ലീലമായ രംഗങ്ങൾ പങ്കുവയ്ക്കുക, നഗ്നത പ്രദർശിപ്പിക്കുക, അശ്ലീലമായ കാര്യങ്ങൾ പ്രദർശിപ്പിക്കുക, പങ്കുവയ്ക്കുക, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മോഹം നൽകുന്ന കാഴ്ചകൾ കാണാൻ കാരണമായി തീരുക, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മോഹം നൽകുന്ന വാക്കുകൾ മെസ്സേജായിട്ട് കൊടുക്കുക, അത് ഫോണിലൂടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുമ്പോൾ
അനേകം വ്യക്തിയുടെ ഹൃദയത്തിൽ മോഹം നൽകുന്ന, പ്രത്യേകിച്ച് അശ്ലീലമായ വാക്കുകൾ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ, മെസ്സേജുകൾ ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ഇത് തിന്മയുടെ ഒരു സ്വാധീനമാണ്. ഇത് പാപത്തിലേക്ക് മനുഷ്യൻ നയിക്കാൻ വേണ്ടി പിശാച് ഒരുക്കുന്നതിന് കെണിയാണ്. ഇന്ന് അനേകം കുഞ്ഞുങ്ങൾ പോലും, യുവതി യുവാക്കൾ പോലും ഇതിന് അടിമയാണ്. തിരിച്ചറിയുക, ഇത് പാപമാണ്. ഇത് മറ്റുള്ളവർക്ക് ഞാൻ മോഹം നൽകുന്ന വാക്കുകളോ എഴുതുകയോ സംസാരിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവസേന അനുദപിക്കുക. ഇങ്ങനെ മൊബൈലിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് നശിപ്പിച്ചു കളയുക. പലപ്പോഴും നാം ചെയ്യുന്ന പാപമാണെന്നറിയാതെ തന്നെ പാപം വിതയ്ക്കുന്നവരായി മാറുകയാണ്. പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി മാറിക്കൊണ്ടിരിക്കുക അനേകം വ്യക്തികൾ. തിരിച്ചറിയുക, തെറ്റാണ്, പാപമാണ്. മറ്റുള്ളവർക്ക് മോഹം നൽകുന്ന വാക്കുകൾ, മറ്റുള്ളവർക്ക് മോഹം നൽകുന്ന ചിത്രങ്ങൾ, സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുക. അത് പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നു. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ പറയുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പലപ്പോഴും തെറ്റായ സ്നേഹബന്ധത്തിന് അടിമയായി തീരാൻ കാരണം ഈ തെറ്റായ ബന്ധങ്ങളാണ്. വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട്. ഇന്ന് മോഹം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് വശീകരണമായി മാറുകയാണ്. അങ്ങനെ തെറ്റായ സ്നേഹബന്ധങ്ങൾക്ക് അടിമയായി, മാതാപിതാക്കൾക്കൊരു കണ്ണുനീരായി ഇന്ന് അനേകം മക്കൾ മാറിക്കൊണ്ടിരിക്കുക. മോഹം ഗർഭം ധരിച്ച് അവസാനം പാപത്തിന്, തെറ്റായ വ്യക്തിബന്ധങ്ങൾക്കും അത് സ്നേഹബന്ധങ്ങൾക്കും അത് പിന്നെ ശാരീരിക ബന്ധങ്ങൾക്കും കാരണമായി പാപത്തിൻ്റെ പടുകുഴിയിൽ വീണു പോകുന്ന ഒരു സമൂഹമായി ഇന്നത്തെ യുവജനങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുക. ഇത് തിരിച്ചറിയുക, ഇത് പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഏതൊരു വശീകരണവും, ഏതൊരു മോഹവും അത് വെറുത്തുപേക്ഷിച്ച്, പ്രത്യേകിച്ച് തെറ്റായ സ്നേഹബന്ധം, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം വെറുത്തുപേക്ഷിച്ച് ദൈവത്തിൽ അനുദപിച്ച് പാപമോചനം സ്വീകരിക്കുക. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അതിനെ വെട്ടിക്കളയുക. നിന്റെ പാദം, നിന്റെ കാലുകൾ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവെങ്കിൽ അത് ചുഴന്ന് എറിഞ്ഞു കളയുക. മറ്റു പാപത്തിലേക്ക് നയിക്കുന്ന, പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന കണ്ണുകൾ ചുഴന്നു കളയുക. പാദങ്ങൾ, കൈകൾ, കാലുകൾ വെട്ടിക്കളയുന്നതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ കണ്ണിനെ സ്വാധീനിക്കുന്ന, കരങ്ങളെ, കാലുകളെ സ്വാധീനിക്കുന്ന ദുർമോഹങ്ങളെ പിഴുതെറിയുക, ഉപേക്ഷിക്കുക, വെറുത്തുപേക്ഷിക്കുക. തീരുമാനമെടുക്കുക, ഇനി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല, എൻ്റെ കാലുകൊണ്ട്, എൻ്റെ കൈ കൊണ്ട് ഞാൻ പാപം ചെയ്യില്ല. തീരുമാനമെടുക്കുക. മറ്റുള്ളവർക്ക് മോഹം നൽകുന്ന, വികാരം നൽകുന്ന, മറ്റുള്ളവർക്ക് പാപചിന്തകൾ നൽകുന്ന ഒരു പ്രവൃത്തി എൻ്റെ കണ്ണുകൊണ്ടോ എൻ്റെ കൈ കൊണ്ടോ കാലുകൊണ്ടോ ചെയ്യില്ലെന്ന് തീരുമാനമെടുക്കുക. എൻ്റെ ശരീരം പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് തിരിച്ചറിഞ്ഞ്, പരിശുദ്ധനായ ദൈവം വസിക്കുന്ന പരിശുദ്ധമായ ആലയമാണ് എൻ്റെ ഹൃദയമെന്ന്, എൻ്റെ ശരീരമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുക. വീണ്ടും ടി വിയിൽ കാണുന്ന ചില രംഗങ്ങൾ, സിനിമയിൽ കാണുന്ന ചില രംഗങ്ങൾ, അതുപോലെ തന്നെ ചില അശ്ലീലമായ വായനകൾ, ഇതെല്ലാം നമുക്ക് മോഹം നൽകുന്നതാണെങ്കിൽ അത് ഉപേക്ഷിക്കണം. എൻ്റെ നാശത്തിന് കാരണമായ വസ്തുക്കൾ, മോഹം നൽകുന്ന വസ്തുക്കൾ വെറുത്തുപേക്ഷിക്കുക. ഉപേക്ഷിക്കുന്നതിലൂടെ പാപത്തെ പാപത്തിൽ ജയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. മോഹങ്ങളെ ഉപേക്ഷിക്കുന്നതിലൂടെ, എൻ്റെ ഹൃദയത്തിൽ മോഹങ്ങൾ ജനിപ്പിക്കുന്ന വസ്തുക്കൾ ഞാൻ ഉപേക്ഷിക്കുന്നതിലൂടെ ഞാൻ പാപത്തെ ജയിക്കുകയാണ് ചെയ്യുന്നത്. പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുക. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നു. റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡികമായ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി പിശാചിൻ്റെ കയ്യിൽ ഒരു ഉപകരണമാണ്. അത് ദൈവത്തിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് റോമാലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഇന്ന് നമ്മൾ
ശരീരത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കും. എൻ്റെ ശരീരം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പാപത്തെ ജയിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭാവനകളും മോഹങ്ങളെല്ലാം തിന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അവിടെയെല്ലാം യേശുവിൻ്റെ രക്തം ഒഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുക. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ, ആലോചന, ഭാവന, ഓർമ്മ ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, റോമലേഖനം 13-14 വാക്യത്തിൽ പറയുന്നു, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവൻ. മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, ഭാവനകൾ, മോഹങ്ങളെല്ലാം വിശുദ്ധമായിരിക്കാൻ വേണ്ടി യേശുവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിലെ പുസ്തകം 37-16 വാക്യത്തിൽ പറയുന്നു, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെ ആരംഭമെങ്കിൽ ഈ ചിന്തയാണ് ആദ്യം വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ചിന്തകളും ഭാവനകളും സ്വപ്നങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഒരു വ്യക്തി വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, ദാഹങ്ങളെ എല്ലാം യേശുവിൻ്റെ തിരുമുറിയിലേക്ക് സമർപ്പിച്ചു. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ എൻ്റെ മനസ്സും ശരീരവും ആത്മാവും അവിടുന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ വന്നുപോയ എല്ലാ പാപങ്ങളും പാപ സാഹചര്യങ്ങളും യേശുവിൻ്റെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, നല്ല ദൈവമേ, അവിടുന്ന് കേൾപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. ഞങ്ങൾ പാപത്തിൽ വീഴാൻ കാരണം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മോഹമാണ്, ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ്, ഞങ്ങളുടെ ഹൃദയത്തിലെ അശുദ്ധമായ ചിന്തകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ ഞങ്ങളെ പാപത്തിലേക്ക്, മോഹങ്ങളിലേക്ക്, പ്രലോഭനങ്ങളിലേക്ക് നയിച്ചുവെങ്കിൽ കർത്താവേ, എൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ മനസ്സാക്ഷി, ബോധമനസ്സിനെ കഴുകണമേ. ചിന്തകളെ, ഭാവനകളെ, സ്വപ്നങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഒരു വിശുദ്ധമായൊരു ജീവൻ നയിക്കുവാൻ, മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവിടുന്ന് എത്രമാത്രം വിശുദ്ധിയോടെ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചോ, യേശുവിനെ ഈ ലോകത്തിന് ജന്മം നൽകിയോ, അതേ വിശുദ്ധിയോടെ ഞങ്ങൾക്കും യേശുവിനെ ഹൃദയത്തിൽ കർത്താവും ദൈവമായി സ്വീകരിക്കുവാൻ, അനേകം പേർക്ക് യേശുവിനെ കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധമായൊരു ഹൃദയം, പരിശുദ്ധമായൊരു ശരീരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളെ, ദാഹങ്ങളെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുവാൻ പുത്രനമ്മനോട് അപേക്ഷിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.